ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇന്ന് അന്ന് നമ്മൾ ഈ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടില്ലേ, നമ്മൾ സ്കൂളിൽ പോകുന്നതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സ്കൂളും വിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളെ ഈവനിങ്ങിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്നേരം വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡ്രസ്സൊക്കെ കോട്ടയിൽ ഒരു ചാടി ഗൈസ്, വന്ന പാടെ കോട്ടയിൽ ഒരു ചാടി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കുളിച്ചിട്ട് വരാം, എന്നാലേ ഒരു സുഖം കിട്ടുള്ളൂ ഗൈസ്. അല്ല പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിൽ കുളിച്ച് അത്രയ്ക്ക് ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു പച്ചവെള്ളത്തിൽ കുളിക്കാം. പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം, ബാക്കി കാര്യം നമുക്ക് പിന്നെ കാണാം ഗൈസ്. അപ്പം ഗൈസ്, നമ്മളിതാ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരു പൊട്ടും തൊട്ട് ഒരു ഭസ്മം തൊട്ട് ഞാൻ ഇതാ കുളിച്ച് വന്നിരിക്കുന്നു ഗൈസ്. അപ്പം ഗൈസ്, നമുക്കിന്ന് ചായ കുടിക്കാം. അപ്പം ഗൈസ്, നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ എടുക്കാൻ പോകും ഗൈസ്. വരും ഗൈസ്. അപ്പം ഗൈസ്, നമ്മളിതാ ചായ കുടിക്കാനായി ഇറയത്ത് വന്നിരുന്നിട്ടുണ്ട്. ഞാനെപ്പോൾ ഇവിടെ ഇരുന്നിട്ടാ ചായ കുടിക്കുക. അപ്പോൾ അതാ ചായ കുടിക്കാൻ പോരാ വലിയ സാധനങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ തിന്ന മിക്സ്ചറും അതേപോലെ ലഡു, പിന്നെ എന്തോ പേടതിൻ്റെ ഒരു സാധനമാണ് ഗീസ്. അത്രയേ ഉള്ളൂ. പിന്നെ മിച്ചറെല്ലാം പറഞ്ഞാൽ എൻ്റെ ജീവനാണ് ഗീസ്, അതുകൊണ്ട് നമ്മൾ അതല്ലേ തിന്നുള്ളൂ. പിന്നെ ഇത് നമ്മളെ ചായ, ഇതെനിക്ക് സമ്മാനം കിട്ടിയ കപ്പാണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ചായ കുടിക്കാറ്. എൻ്റെ പൂച്ചക്കുട്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്, കണ്ട ഗൈസ്, ഇതാണ് എൻ്റെ പൂച്ചക്കുട്ടി. ഇങ്ങനെ നമ്മൾ കിച്ചപ്പാന്നാണ് വിളിക്കല്, കിച്ചപ്പിന്. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന കണ്ടേരം വന്നിരിക്കുന്നു ഗൈസ്. വെറും കൊതിയനാണ്. ഈ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു ഗൈസ്. നമ്മളെ ആത്ത റൂമിൽ നിന്ന് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാൻ മെല്ലെ നൈസെല്ലാം ഓടിപ്പിച്ച് വിട്ടു ഗൈസ്. അമ്മ കണ്ടിട്ട് അതിനെ കൊല്ലും ഗൈസ്. അപ്പം ഗൈസ്, നമ്മളിതാ ചായയെല്ലാം കുറിച്ച് എനിക്ക് കുറച്ച് നേരമായി. ഞാനാണ് വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നത് ഗൈസ്. ഇനി ഞാൻ എന്നാ ചെയ്യാൻ ഇങ്ങനെ ആലോചിക്കുന്നതാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിനും അപ്പോൾ കുറച്ച് നേരം ഫോൺ നോക്കി ഇനി എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിക്കുക ഗൈസ്. അപ്പോൾ കുറച്ച് ഹോം വർക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു, അത് നമ്മൾ ലേശം കഴിയുമ്പം ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് എനിക്ക് ഈ ക്രാഫ്റ്റ് വർക്കിനോടെല്ലാം വല്ലാത്ത ഇഷ്ടമാണ് ഗൈസ്. അതൊരു വല്ലാത്ത ക്യൂട്ട് എന്നെല്ലാം പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം ഊർന്ന പോലെ ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കർ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. വാ ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കർ. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കുത്തിയിരുന്ന് ആക്കിയതാണ് ഗൈസ്. ഞാൻ ചെയ്യാറിയത് ഉണ്ടാക്കുന്നത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഇതിങ്ങനെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സിനെല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വരില്ലേ. അപ്പം ഞാനത് ഇരുട്ടത്തിങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഗൈസ്. ഞാൻ കുറേ കളറിൽ അടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നതാണ് ഗൈസ്. കേട്ടോ, നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഞാൻ ഇന്ന് ഇത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ഗൈസ്. കണ്ടോ. അപ്പം ഗൈസ്, ഇതാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി, ഞാൻ സ്കൂളിൽ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറേ എല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറേ കവായി സ്റ്റിക്കേഴ്സ്, അതെന്ന് വെച്ചാൽ പ്രാന്താന്ന് ഗൈസ്. ഞാൻ ഉള്ളിടത്ത് നിന്നെല്ലാം കൊണ്ടുവെക്കും. അപ്പോൾ നമ്മളെ ഇവിടെ ഇരുട്ടിയിലെല്ലാം 10 രൂപക്ക് നമ്മളെ കവായി സ്റ്റിക്കർ കിട്ടുന്നതാണ്. വെറും 10 രൂപക്ക് നമുക്ക് ഒരു ഷീറ്റ് കവായി സ്റ്റിക്കർ കിട്ടും. ഇവിടെ മാത്രമാണെന്ന് പറഞ്ഞുകൂടാ, ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടല്. പിന്നെ ഞാൻ പിന്നെ എന്തെല്ലാം വാശി ടാപ്പ് വാങ്ങും. വെറുതെയാണ് ഗൈസ്, ഒരു പ്രാന്തിന് വാങ്ങും, പിന്നെ എടുക്കുകയില്ല. ഇപ്പോൾ അതേപോലെ ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ എന്തെല്ലാം ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം ഗൈസ്. ഞാനിത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു മിനി നോട്ട് ബുക്കാണ് ഗൈസ്. കണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പഴയ ഒരു നോട്ട് ബുക്കിൻ്റെ പേജ് എടുത്ത്, പിന്നെ നമ്മൾ ബുക്കിൻ്റെ തന്നെ ചട്ടാന്ന് പറയൂലേ അതെടുത്ത്, പിന്നെ നമ്മളെ ബുക്കിൻ്റെ ഒരു മാത്സിൻ്റെയോ പഴയ ആർട്ടിൻ്റെയോ എന്തെങ്കിലും ഒരു ബുക്കിൻ്റെ പേജ് എടുത്തിട്ട്, വരയിടാത്തൊരു പേജ് എടുത്തിട്ട്, അത് 2 പേപ്പറാണ്. അത് ഞാൻ അങ്ങനെ ഇട്ട് ഗൈസ്. ഞാനിട്ട് പിന്നെ കുറച്ച് കവായി സ്റ്റിക്കറെല്ലാം അങ്ങ് ഉണ്ടാക്കി ഗൈസ്. ഞാൻ ഇതിൻ്റെ അകത്തൊന്നും എഴുതിയില്ല, കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് ഒന്നും എഴുതിയില്ല ഗൈസ്. എനിക്ക് എഴുതാൻ തോന്നിയില്ല, പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇത് കണ്ടോ ഗൈസ്, സ്കുഷി. 1 2 എന്നല്ല, സ്കുഷി പ്രാന്തായിട്ട് ഞാൻ കുറേ ഉണ്ടാക്കി വെച്ച്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് ഗൈസ്. ഇത് കണ്ടോ, ടെഡി ബിയറിൻ്റെ ഒരു സ്കുഷി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറീൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇതൊരു മെനയില്ല ഗൈസ്. പിന്നെ വേറൊന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു ഗൈസ്. ഗിഫ്റ്റ് എന്നെല്ലാം പറയുമ്പോൾ എന്തെന്നല്ല ഗൈസ്. ഇനി നമുക്ക് ഇതൊക്കെയാണ് ഞാൻ ക്രാഫ്റ്റ് വർക്കായിട്ട് ചെയ്യുന്ന കാര്യം ഗൈസ്. നമുക്കിതെല്ലാം ഒന്ന് പെറുക്കിക്കൊണ്ട് വെക്കാം.
ശുഭകരമായി ഉരുണ്ട് കളിക്കുന്ന എൻ്റെ പൂച്ച. ഓന് ചൊറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ ഇങ്ങനത്തെ കളി കളിക്കുന്നത്. ഞാൻ ചൊറിഞ്ഞു കൊടുക്കൂല ഗൈസ്. നോക്ക് ഗൈസ് കളിക്കുന്ന കളി. മുറ്റത്ത് വന്നിട്ട് ആരും അറിയാത്ത പോലെ ഇരുന്ന് ഉള്ളുന്ന് ഡാ ഉണ്ടോടാ. കണ്ടോ ഗൈസ്, വെറും കുത്തം കിട്ട ചാതനാണ്. ഉണ്ടാ അവൻ ചരലിൽ കടന്നിട്ട് ഉരുണ്ട് കളിക്കും ഗൈസ്. ഇതേപോലത്തെ ഒരു വൃത്തിയായിട്ടാവും ചീങ്ങളെടുത്തുണ്ട് ഗൈസ്. നോക്ക് നോക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ നിങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന കാഴ്ച കാണിക്കാനാണ് ഞാൻ ഇന്നിനി. അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് ഹോംവർക്കെല്ലാം ചെയ്യാണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്യണം. അതൊന്നും നിങ്ങളെ കാണിക്കാനുള്ളൊരു ലെങ്തിനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കാത്തത്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നുമില്ല, നല്ല സ്കൂളിലെല്ലാം വിട്ടാൽ ഭയങ്കര കാര്യമായിരിക്കും, നല്ല കാര്യമായിരിക്കും. പക്ഷേ ഞാൻ ഇതെല്ലാം ചെയ്യുള്ളൂ ഗൈസ്. പിന്നെ ഇനി ചില ദിവസങ്ങളിൽ എന്തെങ്കിലും വേറെ പ്രത്യേകത ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ ദിവസം സാധാരണ ഒരു ദിവസം പോലെ പോയി ഗൈസ്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലത്തെ ഇനിയൊരു വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഫോളോ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.